ഞാനിപ്പോൾ സി പി എമ്മിൻ്റെ ഇന്നത്തെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം രാവിലെ കണ്ടപ്പോൾ സി പി എം ഇത് നിരസിക്കുമായിരിക്കുമെന്ന് നിഷ്കളങ്കമായി വിചാരിച്ചു കേട്ടോ. സി പി എമ്മിനെ കുറിച്ച് നമ്മുടെ ഒരു ധാരണ അതിന് നിരസിക്കാൻ കഴിയുന്ന ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, വി എസ് അച്യുതാനന്ദൻ കേരളത്തിൽ ഇന്നിപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ, പൂർണ്ണ ബോധ്യത്തോടെ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ ഈ പുരസ്കാരം നിരസിച്ചതിന് അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രം തന്നെയും ഭരണകൂടത്തിൻ്റെ ഇത്തരം പുരസ്കാരങ്ങളെ നിരസിക്കലാണ്. എന്ന് വെച്ചാൽ പാർട്ടിയുടെ ഏതെങ്കിലും പാർട്ടി കോൺഗ്രസ് തീരുമാനമോ ഭരണഘടനാ രേഖയൊന്നുമല്ല, മറിച്ച് ഭരണകൂടത്തിൻ്റെ പുരസ്കാരങ്ങൾക്ക് വേണ്ടിയല്ല, സാമൂഹിക മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിലെ സഖാക്കളും എന്ന് പറയുന്ന അതിൻ്റെ ഒരു പാരമ്പര്യ ബോധ്യമുണ്ട്. അതിൽ നിന്ന് വികസിച്ച് വന്നിട്ടുള്ള ഒരു നയനിലപാടാണത്. നമ്മൾ ഇങ്ങനെ ഭരണകൂടത്തിൻ്റെ പുരസ്കാരങ്ങൾ വാങ്ങിച്ച് ജീവിക്കേണ്ടവരല്ല. അതിന് പല കാരണമുണ്ട്. ഒന്ന്, ഭരണകൂടത്തോടുള്ള നമ്മുടെ വിയോജിപ്പാണ്. നമ്മൾ ഭരണകൂടത്തോട് നിരന്തരമായിട്ടുള്ള പോരാട്ടത്തിലാണ്. ഇപ്പോഴത്തെ ഭരണകൂടത്തിൻ്റെ കാര്യമെടുത്താൽ സംസ്ഥാന സർക്കാരും സംസ്ഥാനത്തെ പാർട്ടിയുമെല്ലാം ഈ സർക്കാരിൻ്റെ അഡ്മിനിസ്ട്രേഷണൽ പോളിസിയോട് വിയോജിപ്പുണ്ട്. ആ സർക്കാരിൻ്റെ പിന്നിലുള്ള പാർട്ടിയുടെ അടിസ്ഥാന നയരാഷ്ട്രീയത്തോട് വിയോജിപ്പുണ്ട്. അത്രയും വലിയ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന പാർട്ടികളാണ്. അങ്ങനെയൊക്കെ ബി ജെ പി കൊടുക്കുന്ന ഒരു പുരസ്കാരം വി എസ് അച്യുതാനന്ദന് വാങ്ങിക്കാൻ കഴിയുമോ? ഒരിക്കലും വാങ്ങിക്കാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, ബുദ്ധേ ഭട്ടാചാര്യ 2022 പത്മവിഭൂഷൺ നിരസിച്ചുകൊണ്ട് പറയുന്നത് എന്താണ്? പാർട്ടി നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിത് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ്. വ്യക്തിപരമായി എനിക്ക് പത്മവിഭൂഷൺ വാങ്ങിക്കാൻ ഡൽഹി വരെ പോകാനുള്ള ബുദ്ധിമുട്ടല്ല അദ്ദേഹം പറഞ്ഞത്. എനിക്ക് പാർട്ടി നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വാങ്ങിക്കാൻ പറ്റില്ല. ഹർകിഷൻ സിംഗ് സുർജി എന്തിനാണ് നിരസിച്ചത്? എന്തിനാണ് ഭാരതരത്നയ്ക്കുള്ള നോമിനേഷൻ ജ്യോതി ബസു നിരസിക്കുന്നത്? EMS നിരസിച്ചെന്തിനാണ്? അതിലെല്ലാം കമ്മ്യൂണിസ്റ്റുകാർക്കുള്ള പാഠമുണ്ട്. നമ്മളിത് വാങ്ങിക്കാൻ പറ്റുന്നവരല്ല എന്ന് മാത്രമല്ല, നമുക്ക് യോജിക്കാൻ കഴിയുന്ന രാഷ്ട്രീയക്കാരല്ല ഇത് തരുന്നത് എന്ന കാര്യം. രണ്ടാമത്തേത്, വ്യക്തികളെ ഉയർത്തി കാണിക്കുന്നതാണ് വ്യക്തികൾക്കുള്ള പുരസ്കാരം. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വ്യക്തികളെ ഉയർത്തി കാണിക്കുന്ന പരിപാടിക്ക് അടിസ്ഥാനപരമായി അതിന് യോജിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതൊക്കെയാണ് ഇപ്പോൾ പാർട്ടി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, വ്യക്തികളെ ഉയർത്തി കാണിച്ച് വ്യക്തിയുടെ പടം വെച്ചും വ്യക്തിയുടെ പേര് വെച്ചും കേരള മാർച്ചും ജാഥയൊക്കെ നടത്തുന്ന കാലമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ പ്രസക്തിയില്ലെങ്കിലും വ്യക്തികളെ ഇങ്ങനെ ഭരണകൂടം ആഘോഷിക്കുക, വ്യക്തികളെ അടർത്തി മാറ്റി ആഘോഷിക്കുക പോലുള്ള പരിപാടികൾ യോജിക്കാൻ ആ പാർട്ടി കഴിയില്ല. സോ എന്നിട്ട് ഇത് വാങ്ങിക്കാൻ തീരുമാനിക്കുന്നതിൽ ഒരു വൈചിത്ര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബം അത് സന്തോഷം പ്രകടിപ്പിക്കുന്നു. ആ കുടുംബം സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് പാർട്ടിയും സന്തോഷത്തോടെ സ്വീകരിക്കുന്നതൊക്കെ പറയുന്നതിൽ പാർട്ടി ഏതൊക്കെ വഴിയിലേക്കാണ് ദുർബലപ്പെടുന്നത്, അതിൻ്റെ നയം ഡൈല്യൂട്ട് ചെയ്യപ്പെടുന്നത് ഇതിൻ്റെ ഒരു പാഠമായിട്ടാണ് എനിക്കിതിനെ തോന്നുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഭരണകൂടം നമുക്കൊരു പുരസ്കാരം തന്നു, സന്തോഷം എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ ഒരു കമ്മ്യൂണിസ്റ്റ് വാല്യൂ ഒന്നും അതിനകത്തില്ല. അത്ര വലിയ സന്തോഷത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ആ സന്തോഷം മാറ്റിവെക്കലാണ് കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം. പക്ഷേ ഇവിടെ അതില്ല. നരേന്ദ്രമോദി ആയാലും തന്നാൽ തരട്ടെ എന്നൊരു നിലപാട് സ്വീകരിക്കുന്നത് എനിക്കൊന്ന് വി എസ് അച്യുതാനന്ദൻ ഇത്രയും കാലം സ്വീകരിച്ചു പോകുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തോടുള്ള ഒരു നിരാസം കൂടിയാണ്. രണ്ടാമത്തെ കാര്യം എന്താ പറയുക, വി എസ് നിരസിക്കുന്നു പറഞ്ഞത് വെള്ളാപ്പള്ളിയുടെ കൂടെയാണ് കിട്ടിയിരിക്കുന്നത്. വെള്ളാപ്പള്ളിയും വി എസും തമ്മിലുള്ള അകലം നമ്മൾ കണ്ടതാണ്. നേരത്തെ പറഞ്ഞ പോലെ പലിശക്കാരൻ എന്ന പേരിൽ വെള്ളാപ്പള്ളിയെ വേട്ടയാടിയിട്ടുണ്ട് ആര്? വി എസ് അച്യുതാനന്ദൻ. വെള്ളാപ്പള്ളി നടത്തിയിട്ടുള്ള നൗഷാദ് മരിച്ചുപോയപ്പോൾ നടത്തിയിട്ടുള്ള വർഗീയ പരാമർശത്തിൻ്റെ പേരിൽ അതിനെ മറികടക്കാൻ ഈ നാട് മുഴുവൻ നടന്ന് പ്രസംഗിച്ച ആളാണ് വി എസ് അച്യുതാനന്ദൻ. പശു നിങ്ങളുടെ അമ്മയാണെങ്കിൽ കാള നിങ്ങളുടെ അപ്പനാണോ എന്ന് ഉറക്കെ ചോദിച്ച ആളാണ് വി എസ് അച്യുതാനന്ദൻ. ആ രാഷ്ട്രീയക്കാർ തനിക്കൊരു പുരസ്കാരം വെച്ച് തരുന്നു, ഒരേ തട്ടിൽ തരുന്നു. ഒന്ന് വെള്ളാപ്പള്ളിക്ക് എടുക്കാനുള്ളതാണ്, ഒന്ന് വി എസിന്. വി എസ് എടുക്കുമോ? വി എസ് എടുക്കാൻ യാതൊരു സാധ്യതയില്ലാത്ത ഒന്ന്. അത് സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് എം വി ഗോവിന്ദൻ. വി എസിനോട് ഇവർ ചെയ്യുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു ഐക്യപ്രകടനമാണോ? ഒരിക്കലല്ലാന്ന് ഞാൻ പറയാം. അപ്പോൾ ആ പ്രശ്നം അതിനകത്തുണ്ട്. രണ്ടാമത്തെന്താണ്, സി പി എം ഇതിൻ്റെ രാഷ്ട്രീയത്തെ കാണുന്നുണ്ടോ എന്ന് സംശയം. അത് കാണണമല്ലോ. കാരണം എന്താണ്, നേരത്തെ പറഞ്ഞ പോലെ വി എസ് അച്യുതാനന്ദനും വെള്ളാപ്പള്ളി നടേശനും പുരസ്കാരം കൊടുക്കാൻ തീരുമാനിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് അമ്പലപ്പുഴയിലെ സ്ഥാനാർത്ഥിയായിരുന്ന BJP സ്ഥാനാർത്ഥി പുന്നപ്ര വയലാർ സ്മാരകത്തിൽ പോയി പൂക്കൾ വിതറുന്നത്. കാരണം പുന്നപ്ര വയലാർ സ്മാരകത്തിലെ മരിച്ചു കിടക്കുന്ന മനുഷ്യർ ഹിന്ദുത്വ പ്രത്യയ ശാസ്ത്രത്തോട് യോജിക്കാൻ കഴിയുന്നവരാണെന്ന് പറഞ്ഞാൽ അവിടെ പോയി പുഷ്പവൃഷ്ടി നടത്തി. ആര്? സന്ദീപ്, അവിടുത്തെ സ്ഥാനാർത്ഥി സന്ദീപ് വചസ്പതി. അത് വലിയ വിവാദമായി. പിന്നെ അവസാനം അതിൻ്റെ നിലപാട് പിന്നെ അതിനെ ആരും ഓൺ ചെയ്തില്ലാന്ന് തോന്നുന്നു. അങ്ങനെ കേരളത്തിലെ, ഇന്ത്യയിലെ ഇപ്പം അംബേദ്കർ അടക്കമുള്ള ആൾക്കാരെ ഏറ്റവും അവസാനം കൊണ്ടുവരുമ്പോൾ വി എസ് അച്യുതാനന്ദനെ അടക്കം ചേർത്ത് നിർത്തിക്കൊണ്ടൊരു OBC BJP പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടൊരു സംഗതി ബിൽഡ് ചെയ്തുകൊണ്ട് വരികയാണ്. അതിനെ തിരിച്ചറിയണ്ടേ? ഒരുപക്ഷെ സി പി എമ്മിന് ഒരു സങ്കീർണതയാണ്. ഇതിപ്പോൾ തള്ളിക്കളഞ്ഞാൽ ഈഴവ സമുദായങ്ങൾ ഞങ്ങളുടെ ഒരു നേതാവിന്, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വരുന്ന ഒരു നേതാവിന് കിട്ടിയ സംഗതിയെ പാർട്ടി തള്ളിക്കളെന്നുള്ള നെഗറ്റീവ് ഫീൽ ഉണ്ടാകുമോ? സ്വീകരിച്ചാൽ അത് വേറെ പ്രശ്നം ഉണ്ടാക്കുമോ? ആ ആശയക്കുഴപ്പമൊക്കെ കാണും. പക്ഷേ സ്ഫുടമായ ഒരു പൊളിറ്റിക്കൽ ലൈൻ ഇല്ലാത്തതിൻ്റെ കുഴപ്പം ഇതിനകത്തുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. BJP ഇത് കൊടുത്തിട്ടുള്ള വെറുതെ അല്ല. വി എസ് അച്യുതാനന്ദൻ്റെ രാഷ്ട്രീയം BJPക്ക് ഒരു കാലത്തും ചേർക്കാൻ പറ്റുന്ന രാഷ്ട്രീയമല്ല. BJPയെ മാക്സിമത്തിൽ തള്ളി പറഞ്ഞിട്ടുള്ള, BJPയെ വൈകാരികമായി തന്നെ ആക്രമിച്ചിട്ടുള്ളതാണ് വി എസ്. വി എസ് എന്തിനാണ് കൊടുക്കുന്നത്? വി എസിന് കൊടുക്കുന്ന വഴി, വെള്ളാപ്പള്ളിക്ക് കൊടുക്കുന്ന വഴി അവർ റൂട്ട് പ്ലാൻ ചെയ്യുകയാണ്. അല്ലാതെ വി എസിനെ ആദരിക്കാൻ, വി എസിന് എന്തിനാണ് ഇവരുടെ ആദരം കിട്ടാതിരിക്കലാണ് വി എസിനുള്ള ആദരം. എന്നിരിക്കെ ഈ റൂട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഒരു കമൻറ്റ് പോലും CPM-ൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല എന്നുള്ളത്. മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമ്പോൾ മോഡിയുടെ അടുത്ത് നിന്ന് മാറി എന്നുള്ളതാണ്. അതാണ് വി എസ് അച്യുതാനന്ദൻ. അതൊക്കെ ഒരു നിലയ്ക്കും അദ്ദേഹത്തിൻ്റെ ഒരു സംഘടിത രാഷ്ട്രീയം അത്രയും പെർഫെക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ കാറിൽ കയറ്റിയുള്ളൂ. ഞാൻ കയറ്റില്ല എന്ന് വി എസ് പറഞ്ഞേനെ.
ഈ രമേശ് ചെന്നിത്തലയും പിണറായി വിജയനും കെ സി വേണുപോലൊക്കെ ഭയപ്പെടുന്ന വാചകമുണ്ടല്ലോ, അത് വി എസ് പറഞ്ഞത് ഞാൻ എൻ്റെ വണ്ടിയിൽ കയറ്റില്ല എന്ന് പറഞ്ഞതിന് അദ്ദേഹം നാട് മുഴുവൻ നടന്ന് വയ്യാത്ത കാലത്തും കാലി വലിച്ചു ചേർത്ത് പ്രസംഗിച്ചതിനാണ് വെള്ളാപ്പള്ളിയെ തോൽപ്പിക്കാൻ. ആ വെള്ളാപ്പള്ളിക്ക് ഇവിടെ താലത്തിൽ 2 പത്മവിഭൂഷണമായിട്ട് മോദി വന്നിരിക്കുകയാണ്, ഒന്ന് എടുത്തോളൂ വി എസ് എടുക്കുമോ? വി എസിൻ്റെ പാർട്ടി പക്ഷേ അതെടുക്കുന്നത് നിർഭാഗ്യമാണെന്ന് മാത്രമല്ല അതിൻ്റെ സൂക്ഷ്മ രാഷ്ട്രീയം മനസ്സിലാക്കാനും പ്രതികരിക്കാനും പ്രതിരോധിക്കാനും CPM എന്ത് പണിയെടുക്കുന്നത്, അതാണ് രണ്ടാമത്തെ ഏറ്റവും മൗലികമായ പ്രശ്നം. ആ സൂക്ഷ്മ രാഷ്ട്രീയത്തെ പാർട്ടി ശരിയാവണ്ണം മനസ്സിലാക്കുകയോ അതിനുള്ള ഒരു പ്രതിരോധ സ്റ്റെപ്പ് എടുക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ള നിരാശ അവിടെ നിൽക്കുന്നുണ്ടെന്ന് ഞാൻ പറയും.